പഠനാവസരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പറയേണ്ടുന്ന വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എൻട്രൻസ് എക്സാംസ് എന്നത്. അപ്പോൾ പലതരത്തിലുള്ള എൻട്രൻസ് എക്സാമുകളുണ്ട്. സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് ഈ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് കുറവ്, ഒരു ധാരണക്കുറവ് പലപ്പോഴും അതത് സമയത്ത് അപ്ലൈ ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവാറുണ്ട്. പല എൻട്രൻസ് എക്സാമുകൾക്കും അതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ അറിയാതെ പോവുകയോ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നിത്യ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഹയർ സ്റ്റഡി ഓപ്ഷൻസിനൊക്കെ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ പൊതുവേ അവരുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാമുകളെ കുറിച്ചൊക്കെ ഏറെക്കുറെ ഒരു ധാരണ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലപ്പുറം ഒട്ടേറെ പരീക്ഷകളുണ്ടെന്നും ഈ പരീക്ഷകൾക്കൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതെല്ലാമാണ് എൻട്രൻസ് എക്സാംസ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിജി ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കാര്യമായി ആലോചിച്ചത്. കാരണം ഈ എൻട്രൻസ് എക്സാമുകൾക്കുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ പലതും വന്നു കഴിഞ്ഞു. 2026 അടുത്ത വർഷം 2026 മാർച്ചിൽ +2 പരീക്ഷ എഴുതുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്ന എൻട്രൻസ് എക്സാമുകളിൽ ഒരു 5ഓളം എൻട്രൻസ് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. അത് അപ്ലൈ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് അതാത് സമയത്ത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുള്ള അറിയിപ്പുകൾ അടുത്ത ദിവസങ്ങളിലായി തന്നെ പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അവയെ അതാത് സമയത്ത് വളരെ ഗൗരവത്തോടു കൂടി കാണാനും അതിനുവേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കാനും നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യത്തിലാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആ അർത്ഥത്തിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് ജനറലായ ചില കാര്യങ്ങൾ ആദ്യം പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് ഡയറക്റ്റ് കിടക്കുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഓക്കെ. നമുക്ക് നിങ്ങളുടെ സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? യെസ് സർ. ഓക്കെ ഫൈൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രേഡ് 12 കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട എൻട്രൻസുകളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഗ്രേഡ് 12 എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. വിവിധങ്ങളായ കരിയറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രിട്ടിക്കലായ ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണ് ഗ്രേഡ് 12 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള എൻട്രൻസ് എക്സാംസ്, ആ സമയത്തുള്ള പഠനാവസരങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ നമ്മൾ ഇന്നെടുക്കുന്ന വളരെ കൃത്യമായ ഒരു ഡിസിഷൻ, നമ്മുടെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് നാളെയുടെ നമ്മുടെ ഡെസ്റ്റിനി ഡിസൈഡ് ചെയ്യുന്ന, നമ്മുടെ ഡെസ്റ്റിനി ഷേപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും. ഇപ്പോൾ എടുക്കുന്ന ഒരു വളരെ കൃത്യമായിട്ട് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ജനറലായി ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻട്രൻസ് എക്സാംസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവ നമ്മുടെ ഏത് കോഴ്സിന് നമ്മൾ പോകുന്നു, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മൾ പോകുന്നു എന്നതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ എൻട്രൻസ് എക്സാമാണ്. എൻട്രൻസ് എക്സാമിൽ നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ പെർസെൻറ്റേജ്, നമ്മുടെ സ്കോർ ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ റാങ്ക് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ, ഈ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമുക്ക് പഠനാവസരങ്ങൾ നിശ്ചയിക്കുന്നതും ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് ഒരു ഫെയർ അഡ്മിഷൻ പ്രൊസീജിയർ ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലേ. ഇപ്പം നീറ്റ് എക്സാം ആണെങ്കിലും എക്സാം ആണെങ്കിലും അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് വലിയ സങ്കീർണതകളില്ല. എന്ന് വെച്ചാൽ വലിയ പരാതികൾ അങ്ങനെ കേൾക്കാറില്ല. കാരണം എന്താ, അതിൻ്റെ പ്രോസസ്സ് ഏറെക്കുറെ ഫെയർ ആണ്. കാരണം അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ സ്കോർ എന്താണെന്ന് കാണാൻ കഴിയും. അതിനനുസൃതമായി അവർക്ക് ലഭിച്ച റാങ്ക് എന്താണെന്ന് കാണാൻ കഴിയും. ആ റാങ്കിനനുസൃതമായ അഡ്മിഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നീറ്റ് എക്സാം ആണെങ്കിലും അതുപോലെ എക്സാം ആണെങ്കിലും നമ്മുടെ റാങ്ക് എത്രയാണ്, നമ്മുടെ റാങ്കിന് ആനുപാതികമായി കിട്ടേണ്ട സ്ഥാപനം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. നമ്മളെക്കാൾ കുറവ് റാങ്കുള്ള ആൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അത് നിയമവ്യവഹാരങ്ങളിലേക്ക് പോവുകയും അത് നമ്മുടെ അവകാശം തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫെയർ അഡ്മിഷൻ പ്രോസസ്സ് ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് എൻട്രൻസിൻ്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ വെറും +2 മാർക്കോ ഇൻ്റർവ്യൂ ഒക്കെ അടിസ്ഥാനത്തിൽ
മാത്രമാണ് അഡ്മിഷൻ എങ്കിൽ അവർ വേറെ ഒരുപാട് മാനദണ്ഡങ്ങൾ അതിന് പിന്നിൽ വരും. എന്ന് വെച്ചാൽ ഇൻഡെക്സ് മാർക്ക് രൂപീകരിക്കുന്നിടത്ത് ഉണ്ടാകുന്ന ചില കോംപ്ലിക്കേഷൻസ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അഡ്മിഷൻ നിഷേധിക്കപ്പെടാനോ ഒരു ഫെയർ അഡ്മിഷൻ പ്രോസസ്സ് ഇല്ലാതിരിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഒരു ഫെയർ അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാവാൻ എൻട്രൻസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ചില എൻട്രൻസുകൾ സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ വിശദമായിട്ട് നമുക്ക് പ്രവേശിക്കാം. പിന്നെ എൻട്രൻസ് എക്സാമും സാധാരണ ബോർഡ് എക്സാമുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബോർഡ് എക്സാം 10ാം ക്ലാസ്സിലെയും +2ലെയും പരീക്ഷ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോർഡ് എക്സാം എന്ന് പറഞ്ഞാൽ അവർ നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പെർഫോം ചെയ്യുന്നു. ആ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടിയവർ ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നു അല്ലേ. എന്നാൽ എൻട്രൻസ് എക്സാം അങ്ങനെയല്ല, അതൊരു എലിമിനേഷനാണ്. ഫോർ എക്സാമ്പിൾ നീറ്റ് പരീക്ഷയ്ക്ക് 22 ലക്ഷം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിൽ താഴെ സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ 22 ലക്ഷം കുട്ടികൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 ലക്ഷം കുട്ടികൾ 1 ലക്ഷത്തിൽ താഴെ വരുന്ന സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്താൻ വേണ്ടി ബാക്കിയുള്ള കുട്ടികളൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് എൻട്രൻസ്. JEE എക്സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള എക്സാമുകളൊക്കെ ക്ലാറ്റ് എക്സാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു എലിമിനേഷൻ പ്രോസസ്സാണ് എൻട്രൻസ് എക്സാമിൻ്റെ ഭാഗമായി നടക്കുന്നത്. പിന്നെ എൻട്രൻസ് എക്സാമിന് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ഈ കട്ട് ഓഫ് മാർക്കിൽ കുറവുള്ളവരൊക്കെ ഫെയിൽ ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് മുൻകൂട്ടി പറയാൻ പോലും പറ്റില്ല. കാരണം എന്താ, കഴിഞ്ഞ വർഷം ഐ മീൻ നമ്മുടെ കൂട്ടത്തിൽ പരീക്ഷ എഴുതിയ ബാക്കി കുട്ടികളുടെ പെർഫോമൻസ് കൂടി ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഒരു റാങ്ക് നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ബോർഡ് എക്സാമിന് അങ്ങനെ ചാലഞ്ച് ഇല്ല. ബോർഡ് എക്സാമിന് നമ്മൾ എത്ര മാർക്കിന് പരീക്ഷ എഴുതിയോ അത്ര നമുക്ക് കിട്ടുക. എന്നതിലപ്പുറം ഈ കട്ട് ഓഫ് മാർക്കൊക്കെ ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കൂടെ പരീക്ഷ എഴുതിയ കുട്ടികൾ നന്നായി പെർഫോം ചെയ്താൽ സ്വാഭാവികമായി നമുക്ക് അതിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല, നമ്മുടെ കൂടെ ഈ ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷയാണെങ്കിൽ രാജ്യത്ത് നമ്മുടെ കൂടെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഒക്കെ പെർഫോമൻസിനെ കൂടി ആശ്രയിച്ചാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിലുണ്ട്. പിന്നെ ടൈമുമായി ഫൈറ്റ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്കാണ് പലപ്പോഴും ഇതിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ നീറ്റ് എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് 2 ദിവസമൊക്കെ അവർക്ക് ആൻസർ ചെയ്യാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരുവിധ ആളുകൾക്ക് ക്വാളിഫൈ ചെയ്യും. അതല്ല ഇതിലെ കാര്യം. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, നിശ്ചയിച്ച സമയത്തിനുള്ളിൽ കൃത്യമായി ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ ചാലഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോച്ചിങ്ങുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസൃതമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എൻട്രൻസ് എക്സാം കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ ബഹുഭൂരിപക്ഷവും പറയുന്ന ഒരു പരാതി എന്താണ്, സമയം കിട്ടിയില്ല. നീറ്റ് എക്സാം ആണെങ്കിലും JEE ആണെങ്കിലും ക്ലാറ്റ് ആണെങ്കിലും മറ്റ് എൻട്രൻസ് എക്സാമുകളാണെങ്കിലും ഒക്കെ പലപ്പോഴും പറയുന്ന കാര്യം, സമയം കിട്ടിയ അറിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ഒരു വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അത് എൻട്രൻസ് എക്സാമിൻ്റെ ഒരു വലിയ പ്രത്യേകത കൂടിയാണ്. പിന്നെ മിക്ക എൻട്രൻസ് എക്സാംസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് അപ്രോപ്രിയേറ്റ് ആൻസർ കറക്റ്റ് ചെയ്യാൻ, അപ്രോപ്രിയേറ്റ് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. മിക്കവാറും സിമിലർ ആൻസേഴ്സ് ആയിരിക്കും. പല സ്ഥലത്തും കറക്റ്റ് ആൻസറിനപ്പുറം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസറാണ് കണ്ടെത്തേണ്ടത്. ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തണം. നമുക്ക് ചിലപ്പോൾ എല്ലാ ആൻസറുകളും ശരിയാണെന്ന് തോന്നും, ഒരു ആൻസർ പോലും ശരിയല്ല എന്ന് തോന്നും. ഉത്തരത്തിനോട് ഏറ്റവും അടുത്ത, ഏറ്റവും അക്യുറേറ്റ് ആയ ഒരു ആൻസർ കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കും. കാരണം ബോർഡ് എക്സാമിന് നമുക്ക് ഏറെക്കുറെ ഊഹിച്ചൊക്കെ കുറേ ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റും. എന്നാൽ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവ്, കൃത്യമായ ധാരണ ഉള്ളവർക്കാണ് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആൻസർ ചെയ്യാനും അതുവഴി നല്ല റാങ്ക് നേടാനും സാധിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ 12th കഴിഞ്ഞ് അപ്ലൈ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ചില എൻട്രൻസ് എക്സാമുകളെ കുറിച്ചാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഹിൻ്റാണ് ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങൾ നമുക്ക് ചോദ്യോത്തര സമയത്തേക്ക്, ക്വസ്റ്റ്യൻ ആൻസർ സമയത്തേക്ക് മാറ്റിവെക്കാം. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുള്ളവർക്ക് ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡിക്കേഷൻ, വളരെ ബേസിക് ആയ ചില ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് എൻട്രൻസ് എക്സാമുകൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ, അടുത്ത വർഷം 2026 +2 പരീക്ഷ എഴുതുന്ന, 2026 മാർച്ചിൽ +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്ന ഒത്തിരി എൻട്രൻസ് എക്സാമുകളുണ്ട്. ഈ എൻട്രൻസ് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ പലതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതൊരിക്കലും നീട്ടി വെക്കേണ്ട ഒരു കാര്യമില്ല. ഈ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സ്ട്രീമിൽ പഠിച്ച കുട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് വലിയ അജ്ഞരാണ്. അവർക്കതിനെക്കുറിച്ച് ധാരണയില്ല. അവരും പല കുട്ടികളും ഉണ്ട്, എല്ലാവർക്കും എന്നല്ല, പല കുട്ടികളും അവർക്ക് എൻട്രൻസുകൾ ബാധകമല്ലെന്ന് പോലും വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അവർക്ക് +2 കഴിഞ്ഞ് പോകാവുന്ന എൻട്രൻസ് പരീക്ഷകൾ ഒത്തിരിയുണ്ട്. ഈ എൻട്രൻസ് പരീക്ഷകൾക്ക് പലതിൻ്റെയും നോട്ടിഫിക്കേഷനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതെല്ലാമാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇത്തവണ വന്ന ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ
ക്ലാറ്റ് 2026 ആണ്. ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആയിരുന്നു നമ്മുടെ സൺഡേ കരിയർ ഓൺലൈനിൽ ഉണ്ടായിരുന്നത്. ഇത് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അത് 25 നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കും നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ദേശീയ നിയമ സർവകലാശാലകളിലേക്കും അതല്ലാതെ വേറെ പല ലോ സ്കൂളുകളിലേക്കുമുള്ള അഡ്മിഷനുള്ള മാനദണ്ഡമാണ് ക്ലാറ്റ് 20 എന്ന് പറയുന്ന പരീക്ഷ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ലോ ഡിഗ്രിക്ക് ശേഷം ഒരുപാട് സ്പെഷ്യലൈസേഷനും പല രീതിയിൽ നമുക്ക് പോകാൻ കഴിയും. കോർപ്പറേറ്റ് ലോയർ ആയിട്ടും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയർ ആയിട്ടും സൈബർ ലോയർ ആയിട്ടും എൻവയോൺമെന്റൽ ലോയർ ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയർ ആയും സ്പോർട്സ് ലോയർ ആയും ജുഡീഷ്യൽ സർവീസിലൊക്കെ നമുക്ക് പോകാൻ അവസരങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത, ക്ലാറ്റ് എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ആണ്. ലോ അഡ്മിഷന് വേണ്ടി ദേശീയ നിയമ സർവകലാശാലകളിൽ നമുക്കറിയാം, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലുണ്ട്, കൽക്കത്തയിലുണ്ട്, നൽസാർ ഹൈദരാബാദ് ഉണ്ട്, ന്യൂവാൽസ് കൊച്ചി ഉണ്ട്. ഇങ്ങനെ ഈ ഒരുപാട് ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ലോ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് LLB പ്രോഗ്രാമിന് പോകാൻ പറ്റിയ ഒരു എൻട്രൻസ് ആണ് ക്ലാറ്റ്. ഈ ക്ലാറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഏത് സ്ട്രീമിൽ +2 പഠിച്ചു എന്നുള്ളത് പ്രസക്തമല്ല. ചില കോഴ്സുകളുണ്ട്, ഓഫ് കോഴ്സ് സയൻസ് സ്ട്രീമുകൾക്ക് മാത്രം പോകാൻ പറ്റിയ BSc LLB പോലെയുള്ള കോഴ്സുകൾ. ജനറലി സ്പീക്കിംഗ് ഏത് സ്ട്രീമിൽ +2 പഠിച്ചവർക്കും പോകാൻ പറ്റിയ എൻട്രൻസ് എക്സാം ആണ് ക്ലാറ്റ്. നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നിയമ മേഖലയിൽ ഉയർന്ന പഠനം നടത്താനും അതുമായി പ്രവർത്തിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ശ്രദ്ധേയമായ ഒരു അവസരമാണ് ക്ലാറ്റ് എന്ന് ഓർക്കുക. അപ്പോൾ ദേശീയ നിയമ സർവകലാശാലകളിൽ, അത് കഴിഞ്ഞ് ദേശീയ നിയമ സർവകലാശാലകളിൽ നിയമം പഠിച്ച ആളുകൾക്ക് അതിനുശേഷം പ്ലേസ്മെന്റ് അവസരങ്ങളൊക്കെ ഉണ്ട്. കോർപ്പറേറ്റ് കമ്പനികളിലും ഇന്റർനാഷണൽ മേഖല ഫീൽഡിലൊക്കെ ഹയർ സ്റ്റഡീസിന് പോകാനും ഒക്കെ അവസരങ്ങളുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതിൻ്റെ പ്രത്യേകത, ഈ വർഷത്തെ ക്ലാറ്റ് 2026 ഓർക്കണം, ക്ലാറ്റ് 2025 അല്ല, 2026 എക്സാം നടക്കുന്നത് December 7th ഈ വർഷം December 7th 2025 December 7th. അതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം October 31. അപ്പോൾ ഓർക്കണം, 2026 +2 പരീക്ഷ എഴുതുന്ന ആള് ഇപ്പോൾ അപ്ലൈ ചെയ്യണം. 2025 October 31 അപ്ലൈ ചെയ്താലാണ് ക്ലാറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. ക്ലാറ്റ് പോയി അഡ്മിഷൻ എടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കുക 2025 October 31 അപ്ലൈ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ആണ് എന്ന് ഓർക്കുക. പിന്നെ മറ്റൊരു ഇത് മാത്രമല്ല, ക്ലാറ്റ് വഴി ഞാൻ പറഞ്ഞു, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി വഴി മാത്രമല്ല, ജിൻഡാൽ ഗ്ലോബൽ ലോ സ്കൂൾ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ നിർമ്മ യൂണിവേഴ്സിറ്റി, അതുപോലെ ICFAI ലോ സ്കൂൾ ഉണ്ട്, UPSC സ്കൂൾ ഓഫ് ലോ ഉണ്ട്, അലയൻസ് സ്കൂൾ ഓഫ് ലോ ഉണ്ട്, മിസ് രാമയ്യ കോളേജ് ഓഫ് ലോ, ഇങ്ങനെ പല കോളേജുകളിലേക്കും ലോ സ്കൂളുകളിലേക്കും അഡ്മിഷൻ ഈ ഒരു ക്ലാറ്റ് വഴി കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ക്ലാറ്റ് വഴി ദേശീയ സർവകലാശാല മാത്രമല്ല, വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശനത്തിന് അത് മാനദണ്ഡമാണ് എന്ന് ഓർക്കുക. പിന്നെ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ് AILET, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് ആണ്. അതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി November 10. അത് ആൾറെഡി എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. December 14 നേരത്തെ പറഞ്ഞ December 7 ആയിരുന്നു ക്ലാറ്റ്. AILETന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് November 10. അതിൻ്റെ എക്സാം ഡേറ്റ് December 14. ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ പ്രവേശനത്തിന് വേണ്ടിയുള്ള എൻട്രൻസ് ആണ് AILET, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ മുഴുവൻ രൂപം. പിന്നെയുള്ള മറ്റൊരു 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 നോട്ടിഫിക്കേഷൻ വന്നത് NID DAT ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ DAT ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ല, ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇന്ത്യയിലെ ഡിസൈൻ പഠനത്തിന് അവസരമൊരുക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഒരുപാട് ക്യാമ്പസുകളുണ്ട്. ഈ ക്യാമ്പസുകളെ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം ആഗ്രഹിക്കുന്നവർക്ക്, നമുക്ക് മെഡിക്കലും എഞ്ചിനീയറിംഗും ഒന്നും അല്ലാതെ വിവിധ ഫീൽഡുകളിലെ ഡിസൈൻ മേഖലയിൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ശ്രദ്ധേയമായ ഒരു പഠന മേഖലയാണ് BDIS പ്രോഗ്രാം, ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം. ഈ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ എന്ന് ഓർക്കുക. അവിടുത്തെ BDIS പ്രോഗ്രാം പലതരത്തിലുള്ള ഡിസൈൻ പ്രോഗ്രാമുകളുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഉണ്ട്, സെറാമിക് ആൻഡ് ഗ്ലാസ് ഡിസൈൻ, ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ, പ്രോഡക്റ്റ് ഡിസൈൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ, എക്സിബിഷൻ ഡിസൈൻ, അനിമേഷൻ ഡിസൈൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ, ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ, ഇങ്ങനെയുള്ള ഡിസൈനിലെ വിവിധ സെഗ്മെൻറ്റുകളിലേക്കുള്ള കോഴ്സുകളുണ്ട് ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം. ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് December 21 ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യേണ്ട
തീയതി, അവസാന തീയതി ഡിസംബർ 1 2025 ഡിസംബർ 1 അപ്ലൈ ചെയ്തവർക്കാണ് ഡിസംബർ 21 NID ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുകയും NIDയിലേക്കുള്ള അഡ്മിഷൻ ഉറപ്പുവരുത്താൻ പറ്റുകയും ചെയ്യാം. ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം ഉള്ളത് NID അഹമ്മദാബാദ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്, ഹരിയാനയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ട്, മധ്യപ്രദേശിൽ ക്യാമ്പസ് ഉണ്ട്, അതുപോലെ ആസാമിൽ ക്യാമ്പസ് ഉണ്ട്. ഈ ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന ബാച്ചിലർ ഓഫ് ഡിസൈൻ പഠനത്തിനുള്ള എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റാണ് ഞാൻ പറഞ്ഞത്, ഡിസംബർ 1. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്യണം. പിന്നെ ഉള്ളത് മറ്റൊരു എൻട്രൻസ് എക്സാമാണ് UCEED. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമാണ് UCEED, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ. IITകളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിവിധ IITകളിൽ നടക്കുന്ന ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം BDIS പ്രോഗ്രാമിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ചില ചോദ്യങ്ങൾ വരും, നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ UCEED പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഒന്ന് ഓർക്കുക. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പം ഈ മാസം 31 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. 31 ഒക്ടോബർ, ജനുവരി 18 അതിൻ്റെ എക്സാം നടക്കുന്നത്. 2026 ജനുവരിയിലാണ് എക്സാം നടക്കുക. പക്ഷെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യണം, ഈ 31 അപ്ലൈ ചെയ്യണം. അതിൻ്റെ വെബ്സൈറ്റും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് IITകളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിൽ സാധാരണ JEE ആണ് പോവുക അല്ലേ, JEE മെയിനും JEE അഡ്വാൻസും ഒക്കെ എഴുതിയിട്ടാണ് പോവുക. പക്ഷേ അത് ഈ ഒരു JEEൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് UCEED പോയി നേരിട്ട് IITകളിൽ പഠിക്കാൻ അവസരമുണ്ട്. അതിന് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. IITകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ശ്രദ്ധേയമായ ഒരു അവസരമാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം. ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാം മിക്ക IITകളിലും നമുക്ക് എനി സ്ട്രീം കഴിഞ്ഞവർക്ക് പോവാം. നേരത്തെ പറഞ്ഞ കോഴ്സുകളൊക്കെ എനി സ്ട്രീം കഴിഞ്ഞവർക്ക് പോവാം. എന്നാൽ ചില സ്ഥലത്ത് മാത്രം ഫിസിക്സും മാത്സും വേണം എന്ന് പറയുന്ന ചില ലിമിറ്റഡ് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പോകാൻ പറ്റിയ ഒരു എൻട്രൻസ് ആണ് UCEED എന്ന് പറയുന്ന എൻട്രൻസ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എൻട്രൻസ്, ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. നീറ്റ് UG എൻട്രൻസ് എക്സാം നമുക്കറിയാം, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. മെഡിക്കൽ പഠനത്തിന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ഒരു എൻട്രൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നത് എന്താണ്, നീറ്റ് UG 2026 മേ ഷിഫ്റ്റ് ടു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഇത്തവണത്തെ നീറ്റ് പരീക്ഷ ഓൺലൈൻ പരീക്ഷയാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കമ്പ്യൂട്ടർ, ഇതുവരെ പെൻ ആൻഡ് പേപ്പർ മോഡലായിരുന്നു നീറ്റ് എക്സാം, നിങ്ങൾക്ക് അറിയുന്ന പോലെ നീറ്റ് എക്സാം ഓൺലൈൻ രൂപത്തിലാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് MBBSഉം BDSഉം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഉള്ളതാണ് എന്ന തെറ്റിദ്ധാരണ നമ്മൾ ആദ്യം തിരുത്തണം. ഒരിക്കലും MBBSഉം BDSഉം ഉള്ളവർക്ക് മാത്രമല്ല നീറ്റ് പരീക്ഷ. വേറെയും കോഴ്സുകൾ നീറ്റ് വഴി അഡ്മിഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതൊന്ന് ഓർക്കുക. MBBS ഓഫ് കോഴ്സ്, നമുക്ക് MBBS കോഴ്സിനുള്ള അഡ്മിഷന് ഇന്ത്യയിൽ എവിടെയും, ലോകത്തെവിടെയും MBBS പഠനം ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ് കടമ്പ ഉണ്ടായേ പറ്റുള്ളൂ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ US, UK, കാനഡ, ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലല്ലാത്തിടത്തൊക്കെ MBBS പഠനം ആഗ്രഹിക്കുന്നവർക്കും ഇന്ത്യക്ക് ഉള്ളിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBBS പഠനം ആഗ്രഹിക്കുന്നവർക്കും നീറ്റ് UG എന്ന് പറയുന്ന കടമ്പ വഴി പോകണം. അതുപോലെ ഡെൻ്റൽ പഠനത്തിനും നീറ്റ് വേണം. അതും അല്ലാതെ BAMS, ബാച്ചിലർ ഓഫ് ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോ ഈ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ് വേണം. അതുപോലെ കേരളത്തിലുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ഉൾപ്പെടുന്ന BSc ഓണേഴ്സ് ഇൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ഓണേഴ്സ് അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്ന എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായുള്ള ബയോടെക്നോളജി അല്ല, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബിടെക് ബയോടെക്നോളജി പ്രോഗ്രാം ഉണ്ട്. അതിന് അഡ്മിഷൻ നീറ്റ് വഴിയാണ്. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഓണേഴ്സ് ഫോറസ്ട്രി, വെറ്റനറി സയൻസ്, ബാച്ചിലർ ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ മിലിറ്ററി നഴ്സിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മിലിറ്ററി നഴ്സിംഗ് പ്രധാനമായ പഠനാവസരമാണ്. അതിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ് വഴിയാണ് അഡ്മിഷൻ. അപ്പോൾ വെറും ഒരു MBBS മാത്രമല്ല, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നഴ്സിംഗിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും നീറ്റ് ഒരു കടമ്പയാണെന്നുള്ളത് ഓർക്കുക. അതുപോലെ IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ BSc പ്രോഗ്രാം ഉണ്ട്. ഈ BSc പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ നീറ്റ് ഒരു ക്രൈറ്റീരിയയാണ്. നീറ്റ് വഴി നമുക്ക് BSc പ്രോഗ്രാമിന് IISc അഡ്മിഷൻ എടുക്കാൻ പറ്റും. AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ
കോളേജ്. ഒരു രൂപ പോലും ചെലവഴിക്കാതെ നമുക്ക് മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, പൂനെയിലാണ്. അതിന് അഡ്മിഷൻ നീറ്റ് എന്ന് പറയുന്ന കടമ്പ ആദ്യം കഴിയണം. അതിനുശേഷം അവരുടേതായ പരീക്ഷകളൊക്കെ ഉണ്ട്, പഠന എൻട്രൻസ് വേറെ ക്രൈറ്റീരിയ ഉണ്ട്. എന്നാൽ പോലും നീറ്റ് ക്വാളിഫൈ ചെയ്താലാണ് അതിനൊക്കെ പോകാൻ കഴിയുക എന്നുള്ളതാണ്. നീറ്റിന് നല്ല റാങ്ക് വേണം. അങ്ങനെയുള്ളവർക്കാണ് AFMC വഴി അഡ്മിഷൻ എടുക്കാൻ പറ്റുക. പിന്നെ ജിപ്മർ, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, അവിടെ ജിപ്മറിൽ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നീറ്റ് വഴിയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതുപോലെ ഇന്ത്യക്ക് പുറത്ത് അബ്രോഡിൽ MBBS പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നീറ്റ് എന്ന് പറയുന്ന ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ നീറ്റ് കേവലമായ ഒരു MBBS ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു എൻട്രൻസ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നീറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ആണെന്നുള്ളത് ഓർക്കാം. ഇനി JEE മെയിൻ ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. UG അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും പ്ലാനിംഗ് കോഴ്സുകൾക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പരീക്ഷയാണ് JEE മെയിൻ. അപ്പോൾ JEE മെയിനുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു അറിയിപ്പ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നത് എന്താണ്? JEE മെയിൻ അപേക്ഷ ഒക്ടോബറിൽ വരും. അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഈ ഒരു മാസം വിളിക്കുമെന്നുള്ളത് ഓർക്കുക. അതിന് 2 സെഷനുകളിലായിട്ടാണ് എക്സാം നടക്കുക. ജനുവരിയിലും നടക്കും, ഏപ്രിലും നടക്കും. 2 സെഷൻ നടക്കുന്നുണ്ട്. ആദ്യ സെഷൻ ഒക്ടോബറിൽ നടക്കാം. അതിൻ്റെ ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വളരെ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും. അതിന് ബന്ധപ്പെട്ട ഡോക്യുമെന്റുകൾ തയ്യാറാക്കി വെക്കണം. ആധാർ, അപ്ഡേറ്റഡ് ആധാർ വേണം. പിന്നെ പേര്, ജനനത്തീയതി, ഫോട്ടോ, വിലാസം ഇതൊക്കെ റെഡി ആയിരിക്കണം. അതുപോലെ സർട്ടിഫിക്കറ്റുകൾ, എസ്പെഷ്യലി EWS സർട്ടിഫിക്കറ്റുകൾ, SC/ST സർട്ടിഫിക്കറ്റുകൾ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയത് മതിയോ. മിക്കവാറും അവർ അതിന് ഡേറ്റ് വെക്കാറുണ്ട്. ഈ 2025 ഏപ്രിലിന് ശേഷം എടുത്തതായിരിക്കണം, അങ്ങനെയൊക്കെ നിബന്ധന വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് മനസ്സിൽ വെക്കുക. അപ്ഡേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത്. ചില സമയത്തൊക്കെ അവർ റിലാക്സേഷൻ കൊടുക്കാറുണ്ട്, പിന്നീട് കൊടുത്താൽ മതി എന്നും പറയാറുണ്ട്. ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായി പറയാനാവില്ല. അത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. പിന്നെ ശരിക്കും മനസ്സിലാക്കേണ്ട JEE മെയിൻ എക്സാം എന്നുള്ളത് വെറും ഒരു NITയിലെ എഞ്ചിനീയറിംഗിന് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. BTech, BArch, ബി പ്ലാനിങ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് MTech ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ടാണ് NITയിൽ ഓഫ് കോഴ്സ്. അതുപോലെ IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അഡ്മിഷനും നമുക്ക് ഈ JEE മെയിൻ ഒരു ക്രൈറ്റീരിയയാണ്. അതുപോലെ SPA, സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചറൽ അഡ്മിഷൻ JEE മെയിൻ ആണ്. പിന്നെ ദാസ ആൻഡ് CAWG, ഗൾഫിൽ പ്രവാസ ലോകത്തുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ഫോർ സ്റ്റുഡൻറ്റ് അബ്രോഡ്. അതുപോലെ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് എന്ന് പറയുന്ന 2 കാറ്റഗറികളിലായിട്ട് നമുക്ക് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ഇതിനും JEE മെയിൻ വേണം. അതുപോലെ JEE അഡ്വാൻസിന് പ്രീ റിക്വസിറ്റാണ്. JEE അഡ്വാൻസിന് എത്തണമെങ്കിൽ JEE മെയിനിൽ 2.5 ലക്ഷത്തിനുള്ളിൽ പെടണമെന്ന് അറിയുന്ന പോലെ. അതുപോലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പൂനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ BTech അഡ്മിഷന് JEE മെയിൻ വേണം. ജാമ്യ മില്ലിയ ഇസ്ലാമിയയിലെ BTech അഡ്മിഷൻ JEE മെയിൻ ആണ്. കാഡറ്റ് എൻട്രി, ഇന്ത്യൻ നേവിയിലെ BTech കാഡറ്റ് എൻട്രിക്ക് JEE മെയിൻ ആണ്. ഇന്ത്യൻ ആർമിയിലെ ടെക്നിക്കൽ എൻട്രിക്ക് JEE മെയിൻ ആണ്. അതുപോലെ നാഗ്പൂർ ഫയർ സയൻസ് കോളേജിൽ, ഇന്ത്യയിലെ ഫയർ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഗ്പൂരിലെ ഫയർ സയൻസ് കോളേജ്. അവിടെ BTech ഇൻ ഫയർ എഞ്ചിനീയറിംഗിന് JEE മെയിൻ ആണ്. അതുപോലെ കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട്ടിലാണ്. അവിടെ BTech ഇൻ കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഉണ്ട്, അതിന് JEE മെയിൻ ആണ്. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഗുജറാത്തിലാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ഘാട്ടി ശക്തി വിശ്വവിദ്യാലയ എന്നാണ്. അവിടെ BTech റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ BTech റെയിൽ സിസ്റ്റം ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതിനും JEE മെയിൻ വഴിയാണ്. അതുപോലെ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ബാച്ചുലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഡാറ്റാ സയൻസ് എന്നൊരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. ISIയിൽ ജനറൽ പ്രോഗ്രാം അല്ല, എന്നാൽ അവിടെ ബാച്ചുലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് അഡ്മിഷൻ JEE മെയിൻ വഴിയാണ്. അതുപോലെ IIT മണ്ഡി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഒരു ഇൻ്റഗ്രേറ്റഡ് MBA പ്രോഗ്രാം ഉണ്ട്, അത് JEE മെയിൻ ആണ് അഡ്മിഷൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ JEE മെയിൻ. അതുപോലെ ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സ്കോളർഷിപ്പുകൾ കിട്ടാനും ഈ എൻട്രൻസ് എക്സാമുകളുണ്ട്. ഇന്ത്യയിലെ 10,000 റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ് എന്നൊരു സ്കോളർഷിപ്പ് വഴി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ JEE മെയിൻ അങ്ങനെ ഒരുപാട് മേഖലകളിലേക്കുള്ള വാതായനങ്ങൾ തുറക്കുന്ന ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാം ആണ് എന്ന് ഓർക്കുക. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് സയൻസ് സ്ട്രീമിൽ പഠിച്ചവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഉള്ളവർക്കാണ് ഈ ഒരു ഫീൽഡിൽ പോകാൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ JEE അഡ്വാൻസ്
ജെയ് മെയിനിൽ 2.5 ലക്ഷത്തിൻ്റെ ഉള്ളിൽ പെടുന്നവർക്കാണ് ജെയ് അഡ്വാൻസിലേക്ക് പോകാൻ പറ്റുക. അത് IIT അഡ്മിഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ IIT മാത്രമല്ല, ജെയ് അഡ്വാൻസ് എൻട്രൻസ് വഴിയാണ് IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരത്തുള്ള ക്യാമ്പസാണ്. അവിടേക്കുള്ള അഡ്മിഷനും ഈ ജെയ് അഡ്വാൻസ് വഴിയാണ്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എനർജി, വിശാഖപട്ടണത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എനർജിയിൽ അഡ്മിഷൻ ജെയ് അഡ്വാൻസ് ആണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി അമേത്തിയിലാണ്, അവിടെയും അഡ്മിഷൻ ജെയ് അഡ്വാൻസ് ആണ്. ഇതാണ് ജെയ് അഡ്വാൻസിൻ്റെ സാധ്യതകൾ എന്ന് ഓർക്കുക. ജെയ് മെയിനും ജെയ് അഡ്വാൻസും NIT-യിലേക്കും IIT-യിലേക്കും മാത്രമല്ല, വേറെയും ഒരുപാട് കോഴ്സുകളിൽ അഡ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻട്രൻസ് ആണ് ഇന്ന് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ താല്പര്യമുള്ളവർ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യണം. ജെയ് മെയിൻ അപ്ലൈ ചെയ്യേണ്ട സമയം ഈ ഒരു മാസം വരും. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്ക് കാതോർക്കുക. സിജിയുടെ കരിയർ ഇൻഫോ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ അത് സമയത്ത് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കും. ഇനി ഇത് ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ചാറ്റ് ബോക്സ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭാഗമാകാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കാൻ അത് സഹായകരമായി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ, ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും, +2-ന് ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും, ഏത് തരത്തിലുള്ള കോഴ്സുകൾ ആഗ്രഹിക്കുന്നവർക്കും, വളരെ ശ്രദ്ധേയമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക്, നമുക്കറിയാം ഇന്ത്യയിലെ 55ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. ഇതിൽ 46 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ വിവിധങ്ങളായ കോഴ്സുകൾ, അവിടുത്തെ BA കോഴ്സ് ആണെങ്കിലും BSc കോഴ്സ് ആണെങ്കിലും BCom ആണെങ്കിലും ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളാണെങ്കിലും MA കോഴ്സുകളാണെങ്കിലും, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് അല്ലേ. സെൻട്രൽ യൂണിവേഴ്സിറ്റി, പലതരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമുക്കറിയുന്നത് പോലെ ഡൽഹി യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് കോളേജസ് ഉണ്ട്. ശ്രീറാം കോളേജ് ഉണ്ട്, ലേഡി ശ്രീറാം കോളേജ് ഉണ്ട്, ഹൻസ്രാജ് കോളേജ് ഉണ്ട്, ഹിന്ദു കോളേജ് ഉണ്ട്, അതുപോലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉണ്ട്. ഇങ്ങനെ കുറേ കോളേജസ് ഉണ്ട്. ഇത് കിരോടി ഇമാൽ കോളേജ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കോളേജ് ഉണ്ട്. അതുപോലെ നമുക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിൽ അലിഗഡ് മുസ്ലിം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയ ഇസ്ലാമിയയിലും എല്ലാ കോഴ്സുകളും CUT വഴി അല്ല, അത് ഞാൻ പറയാം. ബാക്കിയുള്ള ഒട്ടുമിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹരിയാന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വേറെയും പല സ്ഥാപനങ്ങളിൽ അഡ്മിഷനും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ CUET എൻട്രൻസ് ടെസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ആണ്. ഏത് സ്ട്രീമിൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കും സയൻസ് പഠിച്ചവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സുപ്രധാനമായ എൻട്രൻസ് പരീക്ഷയാണ്. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. സാധാരണഗതിയിൽ നോക്കുമ്പോൾ കുറച്ച് സമയമുണ്ട്. ജനുവരി ഫെബ്രുവരിയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ അതിന് മുമ്പോ ആ സമയത്ത് തന്നെ ആയിരിക്കും വരിക എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിപ്പോൾ. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് കൂടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂട്ടിച്ചേർക്കുകയാണ്. നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, മറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇവിടേക്കൊക്കെ അഡ്മിഷന് ഈ CUET UG എന്ന് പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ പരീക്ഷ അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ഓർക്കുക. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ്. പിന്നെയുള്ള ഒരു എൻട്രൻസ് ആണ് IISER, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, IISER മൊത്തം 7 ഐസറുകളാണ് ഇന്ത്യയിലുള്ളത്. തിരുപ്പതി, തിരുവനന്തപുരം, പൂനെ, മൊഹാലി, കൊൽക്കത്ത, ഭോപ്പാൽ ആൻഡ് ബർമാപൂർ. 7 ഐസറുകളാണുള്ളത്. ഈ 7 ഐസറുകളിലെ പ്രധാനപ്പെട്ട ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്, BSMS പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ ചില സ്ഥലങ്ങളിൽ ഡിഗ്രി പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ട്. ഇവിടേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ് IISER. ആ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. മുമ്പ് പല ടെസ്റ്റുകളിലൂടെ ഒക്കെ അഡ്മിഷൻ എടുക്കാറുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ല. നേരിട്ട് എല്ലാവരും IISER എന്ന് പറയുന്ന ടെസ്റ്റ് വഴിയാണ് പോവേണ്ടത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ IISER ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, എല്ലാ സയൻസ് വിഷയങ്ങളെല്ലാം അതിൽ വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടെസ്റ്റ് വേറെ എൻ്റെ ശ്രദ്ധ വേറെ ഏതും പെട്ടിട്ടില്ല. ഫിസിക്സും കെമിസ്ട്രിയും
മാത്തമാറ്റിക്സും ബയോളജിയും എല്ലാത്തിൽ നിന്നും 15 വീതം ചോദ്യങ്ങൾ ഉണ്ടാവുക. 60 ചോദ്യങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും 15 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക. 180 ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിന് 4 മാർക്ക് കറക്റ്റ് ആൻസറിനും തെറ്റായ മാർക്ക് -മാർക്കും ഉണ്ട്. അതാണ് എൻട്രൻസ് എക്സാമിന് മറ്റൊരു പ്രത്യേകത. തെറ്റുത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് മിക്ക എൻട്രൻസുകൾക്കും. അത് സ്വാഭാവികമായും നമുക്ക് ഉത്തരങ്ങൾ ഊഹിച്ചെഴുതാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് കുറക്കുകയാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ സാധ്യത കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ആൻസർ അറിയുന്നത് മാത്രം ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി സ്വീകരിക്കുന്നവർക്കാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ IIT എന്ന് പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇത് ഐസറിന് മാത്രമല്ല കേട്ടോ. നമുക്കറിയാം പിന്നെ IISc ബാംഗ്ലൂരിൽ ഒരു 4 ഇയർ ബാച്ചിലർ സയൻസ് പ്രോഗ്രാം ഉണ്ട്. അതിനും ഇതൊരു മാനദണ്ഡമാണ്. IIScയിലെ അത് IIScയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ 4 വർഷത്തെ ബാച്ചിലർ ഓഫ് സയൻസ് പ്രോഗ്രാമിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും IIT പരീക്ഷ വഴി അവർക്ക് പോവാം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് IITയിൽ ഒരു BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഉണ്ട്. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIT മദ്രാസിൽ അതിനും ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി നമുക്ക് പോകാൻ പറ്റും. പിന്നെയുള്ള മറ്റൊരു പരീക്ഷയാണ് നൈസർ നെസ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടേക്കുള്ള ഒരു എൻട്രൻസ് ആണ് നെസ്റ്റ്, നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് വഴി ക്വാളിഫൈ ചെയ്താൽ നമുക്ക് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഭുവനേശ്വറിലാണ് ഈ ഒരു ക്യാമ്പസ് ഉള്ളത്. അതല്ലാതെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയിലെ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസിലും 2 സ്ഥലത്തും പഠിക്കാൻ പറ്റും. മൊത്തം 250 സീറ്റാണുള്ളത്. അതുവഴി നമുക്ക് അങ്ങനെ അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. അത് നെക്സ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് വഴിയാണ് പോകേണ്ടത്. അത് ഇതിലെ പ്രത്യേകത 4 സബ്ജക്റ്റുകളുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ഉണ്ട്. ഇതിൽ പക്ഷേ നമുക്ക് 3 സബ്ജക്റ്റിലെ മാർക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബയോളജിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ മാത്രം പഠിച്ചവരാണെങ്കിലും അവർക്ക് ഈ നെക്സ്റ്റ് വഴി പോവാം. അവർ 4 പരീക്ഷകൾ എഴുതണമെങ്കിൽ പോലും അതിൽ 3 ഏറ്റവും ഹയർ സ്കോറുള്ള 3 എക്സാമാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബയോളജി പഠിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉണ്ട്. മാത്സ് പഠിക്കാത്തവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വെച്ചും പോകാവുന്നതാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നാറ്റ എന്ന് പറയുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് വഴി നമുക്ക് ആർക്കിടെക്ചർ മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആർക്കിടെക്ചർ നേരത്തെ നമ്മൾ പറഞ്ഞു NITയിൽ ആർക്കിടെക്ചർ പോകണമെങ്കിൽ നാറ്റ വഴിയല്ല, JEE മെയിൻ്റെ പേപ്പർ 2 ആണ് എഴുതേണ്ടത്. IITകളിൽ ആർക്കിടെക്ചർ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് JEE മെയിൻ്റെ പേപ്പർ 1 എഴുതണം. അതിനുശേഷം അവർ ചെയ്യേണ്ടത് JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത് JEE അഡ്വാൻസ് എഴുതണം. JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത് അവരുടെ ഒരു അഭിരുചി ടെസ്റ്റ് ഉണ്ട്. അതുവഴിയാണ് IITയിൽ ആർക്കിടെക്ചറിന് പോകാൻ. എന്നാൽ NITയിൽ ആർക്കിടെക്ചറിന് പോകാൻ JEE മെയിൻ പേപ്പർ 2 ആണ് എഴുതേണ്ടത്. അതുപോലെ ആർക്കിടെക്ചർ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ NITയും IITയും അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആർക്കിടെക്ചർ കോഴ്സിന് പോകാൻ ആഗ്രഹിക്കുന്ന നാറ്റ എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ആർക്കിടെക്ചർ മൾട്ടിപ്പിൾ ടൈപ്സ് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷയിൽ എഴുതി ക്വാളിഫൈ ചെയ്ത് വേറെ പരീക്ഷ അതിനേറെ നല്ല മാർക്ക് കിട്ടിയാൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്തി അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നാറ്റ കേരളത്തിലൊക്കെ ആർക്കിടെക്ചർ കോഴ്സിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നാറ്റ പരീക്ഷ എഴുതണം. പക്ഷേ കേരള എൻട്രൻസ് കമ്മീഷണർ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യണം. കേരളത്തിൽ വേറെ പരീക്ഷയില്ല, പക്ഷേ നാറ്റയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്താലാണ് നാറ്റയ്ക്ക് നമ്മൾ പരീക്ഷ അഭിമുഖീകരിക്കുകയും കേരളത്തിലെ ഈ ഒരു എൻട്രൻസിന് നമ്മൾ അപ്ലൈ ചെയ്യുകയും ചെയ്യണം കേരളത്തിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത്. അതുപോലെ പുറത്തൊക്കെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് നാറ്റ വഴി എലിജിബിൾ ആവണം എന്നുള്ളത് ഓർക്കുക. പിന്നെ ഉള്ളത് കേരള എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. കേരള എൻട്രൻസ് നമുക്കറിയാം കീം എന്ന് സാധാരണ വിളിക്കാറുണ്ട്. ഈ ഒരു കീം എൻട്രൻസ് വഴിയാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി അഡ്മിഷൻ. എഞ്ചിനീയറിംഗിന് എൻട്രൻസ് ഉണ്ട്, ഫാർമസിക്ക് വേറെ എൻട്രൻസ് ഉണ്ട് അല്ലേ. രണ്ടും ഒരേ സമയത്താണ് നോട്ടിഫിക്കേഷൻ വരിക. എഞ്ചിനീയറിംഗിന് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഫാർമസിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവുക. എന്നാൽ കേരളത്തിൽ ബാക്കി കോഴ്സുകൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോഴ്സുകൾ MBBSഉം BDSഉം ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോ, വെറ്റിനറി സയൻസ്, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളായ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിഷറീസും ഫോറസ്ട്രിയും അങ്ങനെയുള്ള കോഴ്സുകൾ, പിന്നെ നേരത്തെ കുറച്ച് കോഴ്സുകൾ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പറഞ്ഞല്ലോ. ഈ കോഴ്സുകൾക്കൊക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നവരും കീമിന് അപ്ലൈ ചെയ്യണം. അവർക്ക് നീറ്റ് ബേസിലാണ് അതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക. എന്നാൽ പോലും അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓർക്കുക. 100% ഇത് നീറ്റ് വഴി അല്ലാത്ത കോഴ്സുകളും ഉണ്ട് കേട്ടോ. ഐക്കാർ എൻട്രൻസ് വഴി ചില കോഴ്സുകൾക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട്. എന്നാൽ പോലും നീറ്റ് ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. നീറ്റ് ഒരു ഗേറ്റ് വേ ആണെന്ന് ഓർക്കുക. എന്നാൽ അവരൊക്കെ കേരള എൻട്രൻസിന് അപ്ലൈ ചെയ്യണം. കേരള എൻട്രൻസ് നോട്ടിഫിക്കേഷൻ വരുന്ന
വരുന്ന സമയത്ത് അതിനൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓർക്കുക. പലപ്പോഴും കുട്ടികൾ CGI ബന്ധപ്പെട്ട സമീപിക്കുന്ന കുട്ടികൾ പോലും നമുക്ക് പലപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ്. കേരള കീം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവർക്ക് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി, എന്നാൽ നീറ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. MBBS ഒന്നും അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല, അത് ഒന്ന് ഓർത്ത് വെക്കണം. പക്ഷേ അവർ എഴുതേണ്ട എൻട്രൻസ് നീറ്റാണ്. എന്നാൽ കേരളത്തിൽ എഞ്ചിനീയറിങ്ങും അതുപോലെ ഫാർമസി അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഈ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. കീം വഴിയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനും അറിയിപ്പുകളൊക്കെ ഉണ്ടാവുക, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ് IMU-CET, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഈ IMU-CET വഴി നമുക്ക് UG പ്രോഗ്രാമുകൾ ബിടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, ചെന്നൈ, കൽക്കത്ത, മുംബൈ പോർട്ട് ക്യാമ്പസുകളിലുള്ള ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ വിശാഖപട്ടണം ക്യാമ്പസിലുള്ള നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ബിടെക് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ വിശാഖപട്ടണം ക്യാമ്പസിലെ നാവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗിലെ 4 വർഷത്തെ ബിടെക് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ നോട്ടിക്കൽ സയൻസ് BSc നോട്ടിക്കൽ സയൻസ് പ്രോഗ്രാം ഉണ്ട്. ഇത് ചെന്നൈ, കൊച്ചി, നേവി മുംബൈ ക്യാമ്പസസിലാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ പ്രസൻറ്റേഷൻ നമുക്ക് കഴിഞ്ഞ 2 വീക്സ് മുമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ കൊച്ചിൻ സർവകലാശാലയുടെ ക്യുസാറ്റിന് കീഴിൽ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി അവർ ക്യുസാറ്റിൽ അപ്ലൈ ചെയ്യണം. അതോടൊപ്പം തന്നെ IME-CET എന്ന് പറയുന്ന എൻട്രൻസും അവർ എഴുതണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. IME-CET എൻട്രൻസ് വഴി ക്വാളിഫൈ ചെയ്യണം, ക്യുസാറ്റിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ IME-CET ആ അർത്ഥത്തിൽ മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ പോകാൻ, മാരിടൈം മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, മർച്ചന്റ് നേവി മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമാണ്. അത് 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 12th ഗ്രേഡ് ആണ്, +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ്, ഈ അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു എൻട്രൻസ് ആണ് NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. നമുക്കറിയാം NIFT 18 ക്യാമ്പസാണ് ഇന്ത്യയിലുള്ളത്. ഒരു ക്യാമ്പസ് കേരളത്തിൽ കണ്ണൂരിലുണ്ട്. അവിടുത്തെ BDIS പ്രോഗ്രാം ഉണ്ട്, BF-TEC പ്രോഗ്രാം ഉണ്ട്, BF-TEC ആൻഡ് BDIS, അങ്ങനെ 3 തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് പല സ്ഥലത്തായിട്ടുള്ളത്. അതിൽ BDIS പ്രോഗ്രാമിന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റും ഉണ്ട്. BF-TEC പ്രോഗ്രാമിന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ടെസ്റ്റ് മാത്രമാണുള്ളത്. അപ്പോൾ അത് BF-TEC പ്രോഗ്രാമിന് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. എന്നാൽ BDIS പ്രോഗ്രാം എനി സ്ട്രീം പഠിച്ചവർക്ക് പോകാൻ പറ്റിയ ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട എൻട്രൻസ് ആണ്. അതിനുവേണ്ടി ഓർക്കുക. അതിൻ്റെ സമയം വൈകുന്നതിന് പെട്ടെന്ന് പോവാണ്. പിന്നെ മറ്റൊരു എൻട്രൻസ് ആണ് ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അവരുടെ കൊൽക്കത്ത ക്യാമ്പസ്, അതുപോലെ ബാംഗ്ലൂർ ക്യാമ്പസ്, 2 ക്യാമ്പസുകളുണ്ട്. അവിടെ നമുക്ക് ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സിലും അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലും ഒക്കെ ഹയർ സ്റ്റഡീസിന് പോകാൻ ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലും മാത്തമാറ്റിക്സിലും BSTAT, BMath 2 പ്രോഗ്രാമുകളാണുള്ളത്. അതിലേതെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൊൽക്കത്ത ക്യാമ്പസിലും അതുപോലെ ബാംഗ്ലൂർ ക്യാമ്പസിലുമാണ്. സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാൻ പറ്റും. 5000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും എന്നുള്ള ഓർക്കുക. പിന്നെ CMI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് അവിടെ മാത്തമാറ്റിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട എൻട്രൻസ് വരാനിരിക്കുന്നു. CMI എന്നതിൻ്റെ പേര്. ഏഷ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അത് മൈസൂരിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഇവിടെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറയുന്ന കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഏഷ്യന് എൻട്രൻസ് ഉണ്ട്. +2 കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റിയ ഒരു എൻട്രൻസ് ആണ്. ഇതിന് ബയോളജി പഠിക്കണം നിർബന്ധമില്ല. ഫിസിക്സും കെമിസ്ട്രി മാത്സും പഠിച്ചവർക്കും ഈ ഏഷ്യയിലല്ല, പൊതുവെ BSLP പ്രോഗ്രാമിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളത് ഓർക്കുക. IICD, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ, ഇത് ജയ്പൂരിലാണ് ഈ ക്യാമ്പസ്. ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ, അതുപോലെ BDIS, ഈ മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. ക്രാഫ്റ്റ് ആൻഡ് ഡിസൈൻ മേഖലയിൽ പഠനം അവസരം ഒരുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്. ജയ്പൂരിലാണ്. അതിനൊരു എൻട്രൻസ് വരാനിരിക്കുന്നു. അതുപോലെ BITSAT, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, അവരുടെ ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. അത് പിരാനി, ഗോവ, ഹൈദരാബാദ് ക്യാമ്പസുകളിലെ അവരുടെ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനാണ് BITSAT. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറ്റ് വിൽ കം സൂൺ, വളരെ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരും. പിന്നെ NDA ആൻഡ് തന്നെ ഡിഫൻസിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് അവിടെ ട്രെയിനിങ്ങും അതുപോലെ ജോലിയൊക്കെ ലഭിക്കാൻ അവസരം ഒരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് NDA ആൻഡ് തന്നെ. അത് വർഷത്തിൽ 2 തവണ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ഒരു വലിയ സാധ്യതയാണ്. പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പരീക്ഷയാണ് NCHMC JEE, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ.
ഈ പരീക്ഷ NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. മിക്ക പരീക്ഷകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നതാണ്. അപ്പോൾ അതുവഴി നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിലേക്ക് പോകാൻ പറ്റും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്യാമ്പസ് ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് കീഴിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനങ്ങളുണ്ട്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മൂന്നാറിലും വയനാട്ടിലും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നു. വേറെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ കേരളത്തിന് പുറത്ത്. അവിടെയൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എൻട്രൻസ് ആണ് NCHMC JEE എന്ന് പറയുന്ന എൻട്രൻസ്. എനി സ്ട്രീം കഴിഞ്ഞവർക്ക് പോകാൻ പറ്റും. ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു അവസരമാണ്. പിന്നെ എയിംസ് നമ്മൾ പറഞ്ഞു നേരത്തെ, നീറ്റ് വഴിയാണ് എയിംസിലൊക്കെ MBBS അഡ്മിഷൻ. BDS എഞ്ചിനീയർ MBBSന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ് വഴി പോകണം. എന്നാൽ എയിംസിൽ നീറ്റ് ഇല്ലാതെ നമുക്ക് പഠിക്കാം. എയിംസിൽ പോകാൻ ആഗ്രഹിക്കുന്നു, നീറ്റ് പരീക്ഷ എഴുതി അതിൻ്റെ കടമ്പകൾ കടക്കാൻ ആഗ്രഹിക്കാത്തവർക്കും പഠിക്കാൻ അവസരമുണ്ട്. അവിടെ BSc നഴ്സിംഗ്, അതുപോലെ എൻട്രൻസ് എക്സാം എയിംസിൽ. അവിടുത്തെ ബാക്കി കോഴ്സുകളിലേക്ക് വേറെ എൻട്രൻസ് ഉണ്ട്, അതുവഴി നമുക്ക് പോകാൻ പറ്റും. എന്നാൽ ജിപ്മറിലെ BSc നഴ്സിംഗ് നീറ്റ് വഴിയാണ്. എയിംസിലെ BSc നഴ്സിംഗ് നീറ്റ് വഴിയല്ല, അത് സെപ്പറേറ്റ് എൻട്രൻസ്. ഈ പറയുന്നതൊക്കെ കഴിഞ്ഞ വർഷത്തെ അറിയിപ്പ് അനുസരിച്ചാണ് കേട്ടോ. ഈ വർഷം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ കൃത്യമായി അപ്ഡേറ്റഡ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ നമ്മുടെ CG ഇൻഫോ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അത് ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി അറിയിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അതിൻ്റെ ഭാഗമാവാത്തവർ ഭാഗമാവാൻ ശ്രമിക്കണം എന്നൊരു റിക്വസ്റ്റ് നൽകുകയാണ്. പിന്നെ LSAT, ഇന്ത്യയിൽ ലോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് LSAT എന്നൊരു പരീക്ഷയുണ്ട്. അത് പ്രൈവറ്റ് ലോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലതും LSAT വഴി അഡ്മിഷൻ നടത്തുന്നുണ്ട്. അത് നമുക്ക് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുകയും നിയമ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതുവഴി പോകാൻ പറ്റും. പിന്നെ ഇൻഡോർ IIM ഇൻഡോർ കൊടുക്കുന്ന ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് IPMAT, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ടായി. ആ പരീക്ഷയ്ക്ക് അഡ്മിഷൻ കിട്ടണം, ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെന്നുള്ള ഒരു എൻട്രൻസ് ആണ് IPMAT എന്ന് പറയുന്നത്. IPMAT ഇൻഡോർ ഉണ്ട്, IPMAT റോത്തക്കുണ്ട്. IPMAT ഇൻഡോർ വഴി ഇൻഡോറിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വന്നിട്ടുള്ള റാഞ്ചിയിലേക്കും അതുപോലെ വേറെ IIMകളിലും ഈ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അവിടേക്കൊക്കെ അഡ്മിഷൻ നമുക്ക് ഈ IPMAT ഇൻഡോർ എന്ന് പറയുന്ന എൻട്രൻസ് വഴി പോവാം. അതുപോലെ IPMAT റോത്തക്കുണ്ട്. ജിപ്മാറ്റ് എന്ന് മറ്റൊരു എൻട്രൻസ് ഉണ്ട്. ഈ ജിപ്മാറ്റ് എൻട്രൻസ് വഴിയാണ് ജിപ്മാറ്റ് എൻട്രൻസ് വഴിയാണ് IIM റാഞ്ചി, IIM ബുദ്ഗയ, ഈ IIM ബുദ്ഗയ, IIM ജമ്മു, രണ്ട് IIM ബുദ്ഗയ, IIM ജമ്മു IIMകളിലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജിപ്മാറ്റ് എന്നൊരു എൻട്രൻസ് ആണ്. ഇത് +2 കഴിഞ്ഞ് പോകുന്ന എൻട്രൻസ് ആണ്. പിന്നെ NCET എന്ന മറ്റൊരു എൻട്രൻസ് ഉണ്ട്. നിങ്ങൾക്ക് നാഷണൽ കോമൺ എൻട്രൻസ്, നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ടു 4-year ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ITEP പ്രോഗ്രാം. ഇപ്പം ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ വ്യാപകമായി പലയിടത്തും വന്നുല്ലോ. ഇത്തരത്തിൽ ഈ ഒരു പ്രോഗ്രാമിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു എൻട്രൻസ് ആണ് NCET. ഇത് നമുക്ക് കേരളത്തിലാണെങ്കിൽ NITയിലും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് BEd പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു എൻട്രൻസ് ആണ് NCET എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു. അപ്പോൾ അത് ടീച്ചിങ് പ്രൊഫഷണൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധേയമായ ഒരു സാധ്യതയാണ് NCET. അതുപോലെ കാലിക്കറ്റ് IIM, കോഴിക്കോട് IIM കഴിഞ്ഞ വർഷം ആരംഭിച്ചൊരു പ്രോഗ്രാമായിരുന്നു BMS എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അവിടെ ഒരു ബാച്ചിലർ പ്രോഗ്രാമാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിനുള്ള. അതിനൊരു എൻട്രൻസ് അവർ നടത്തിയിരുന്നു, IIMK BMS ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ വർഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമുക്ക് IIM കോഴിക്കോട് നമുക്ക് ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, അവർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ചില കോഴ്സുകൾ CUT വഴിയാണ്, ചില കോഴ്സുകൾക്ക് അവരുടെ സെപ്പറേറ്റ് എൻട്രൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. പിന്നെ ജാമ്യ മില്ലിയക്കും അവരുടെ ചില കോഴ്സുകൾക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജാമ്യ മില്ലിയയിലും അലിഗഡിലും ഒക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഈ എൻട്രൻസിനെ കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടാവണം. കേവലമായ CUT മാത്രം മതിയാവില്ല ചിലപ്പോഴെങ്കിലും എന്നുള്ളത് ഓർക്കുക. പിന്നെ ക്യുസാറ്റ് കാറ്റ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എൻട്രൻസ് എക്സാം. അവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്, ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളുണ്ട്, അവിടെ BTech പ്രോഗ്രാമുകളുണ്ട്. അങ്ങനെ ഉള്ള നല്ല ശ്രദ്ധേയമായ നേവൽ ആർക്കിടെക്ചറും അതുപോലെ സേഫ്റ്റി ആൻഡ് ഫയർ പോലെയുള്ള എൻട്രൻസ് പോലെയുള്ള വളരെ ശ്രദ്ധേയമായ പ്രോഗ്രാമുകളുണ്ട്. ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളുണ്ട്. കുറേ കോഴ്സുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ക്യുസാറ്റ്. അതിനൊരു എൻട്രൻസ് ഉണ്ട്, ക്യുസാറ്റ് കാറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ
വേറൊരു പ്രോഗ്രാമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ സയൻസ് പഠിക്കാൻ നമുക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലർ മാസ്റ്റർ പ്രോഗ്രാം പഠിക്കാൻ അവസരമുണ്ട്. അതിനൊരു എൻട്രൻസ് വരും. അതിൻ്റെ പേര് IACS എന്നാണ്, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ്. അങ്ങനെ നമുക്ക് ആ വഴിക്ക് പോകാൻ പറ്റും. പിന്നെ നാഷണൽ ഫോറൻസിക് അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് കോഴ്സുകളുടെ പ്രവേശനത്തിനുള്ള ഒരു എൻട്രൻസ് ആണ് നാഷണൽ ഫോറൻസിക് അഡ്മിഷൻ ടെസ്റ്റ്. പിന്നെ ഫുട്വെയർ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്ക് പാദരക്ഷകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഡിസൈനൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് FDDI, ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരുടെ ഓൾ ഇന്ത്യ സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്, AIST എന്നാണ് ടെസ്റ്റിൻ്റെ പേര്. അത് നമുക്ക് +2 കഴിഞ്ഞ് ഏത് സ്ട്രീം പോയവർക്കും അവിടെ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിന് പോകാൻ പറ്റും. പിന്നെ നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ ഉള്ള ഒരു എൻട്രൻസ് എക്സാമാണ് കേരള ലോ എൻട്രൻസ് ടെസ്റ്റ്, KLEE എന്നാണ് ഇതിൻ്റെ ചുരുക്കരൂപം. അങ്ങനെ കേരളത്തിലെ നിയമപഠനം, കേരളത്തിലെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് മേഖലയിൽ നിയമപഠനം ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു എൻട്രൻസ് ആണ് കേരള ലോ എൻട്രൻസ് ടെസ്റ്റ്. അതുപോലെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ BBA പ്രോഗ്രാം ആഗ്രഹിക്കുന്നവർക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ ഫോർ 4 ഇയർ BBA ഓണേഴ്സ് പ്രോഗ്രാം, LBS ആണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അതിൻ്റെ സിലബസ്, അതിൻ്റെ എക്സാം കോണ്ടന്റ് ഇതാണ്: ജനറൽ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് അതിനുള്ള അവസരമുള്ളത്. അതുപോലെ BCA പ്രോഗ്രാം, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കീഴിലുള്ള BCA പ്രോഗ്രാംസിന് എൻട്രൻസ് ഉണ്ട്. അതിന് നേരത്തെ പറഞ്ഞ അതേ സിലബസ് ഒക്കെ തന്നെയാണ്, പക്ഷേ കമ്പ്യൂട്ടർ അവയർനെസ് ആണ്. നേരത്തെ മാനേജ്മെൻറ്റിന് പകരം കമ്പ്യൂട്ടർ അവയർനെസ് ടെസ്റ്റ് ആണ് ഉണ്ടാകുക. മൊത്തം 100 മാർക്കാണ് ഉണ്ടാവുക. പിന്നെ കേരള ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഡിസൈൻ പ്രോഗ്രാം, BD-70 പ്രോഗ്രാം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു എൻട്രൻസ് ആണ്. പിന്നെ CAT-MAT എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. എന്താണ്? LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ പരീക്ഷ നടത്തുക. അത് BHMCT, ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സ് കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു എൻട്രൻസ് ആണ് CAT-MAT. അതുപോലെ KS-DAT എന്ന് പറയുന്ന പരീക്ഷയുണ്ട്, കേരള ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അത് കേരളത്തിലെ എൻട്രൻസ്, ഈ ഒരു കോഴ്സിന് ബാച്ചുലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിന് ആഗ്രഹിക്കുന്നവർക്കുള്ള പരീക്ഷയാണ്. എന്നാൽ IFTK, ഇന്ത്യൻ ഫാഷൻ ടെക്നോളജിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള, അവർ സെപ്പറേറ്റ് എൻട്രൻസ് നടക്കുന്നുണ്ട്. അത് ജനറൽ എബിലിറ്റി ടെസ്റ്റും ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റും, ഇങ്ങനെ 2 ടെസ്റ്റുകളായിട്ട് ഉണ്ട് IFTK അഡ്മിഷന് വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതാണ് കേട്ടോ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ കേരളത്തിലെ എൻട്രൻസ് നടക്കുന്നത്. സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് നെടുമങ്ങാട്, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട്, KMCT കോളേജ്, ഇങ്ങനെ പല 7 കോളേജുകളുടെ അഡ്മിഷന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം വരെ ഈ ഒരു എൻട്രൻസ് നടത്തിയിട്ടുള്ളത്. അത് കേരളത്തിൽ ചിലത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്താണ്, ബാക്കിയുള്ളത് കേരള യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്താണ് നടക്കുന്നത്. പിന്നെ IGRUA, അവിടെ എൻട്രൻസ് ഉണ്ട്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി, നമുക്ക് പൈലറ്റ് പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളാണ്. പിന്നെ PGIM, എയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, അവരുടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട്. പിന്നെ BA SLP കോഴ്സ്, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അലിയാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റീസ്, AYJNIST എന്ന് പറയുന്ന അലിയാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റി. അവിടെയൊക്കെ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി കോഴ്സ് പഠിക്കാം. അതിന് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അത് +2 സയൻസ് സ്ട്രീം പഠിച്ചവർക്ക്, മാത്തമാറ്റിക്സ് ബയോളജി നിർബന്ധമില്ല, മാത്തമാറ്റിക്സ് പഠിച്ചാലും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എൻട്രൻസ് എക്സാമാണ് CET 2025 എന്ന് പറയുന്ന 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അഡ്മിഷനാണ്. ഒറ്റ എൻട്രൻസ് 3 ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി, ബാച്ചിലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, അതുപോലെ BA SLP. ഈ 4 കോഴ്സുകൾ SV നിർട്ടാർ കട്ടക്, അതുപോലെ NILD കൽക്കത്ത, അതുപോലെ NEPMD ചെന്നൈ, ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ BPT, BOT, BPO, BA SLP ഈ കോഴ്സുകൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒറ്റ എൻട്രൻസ് ആണ് CET 2025. ഈ വർഷം നടത്തിയാണ്. അടുത്ത വർഷം CET 2026 വരും. അതിന് നോട്ടിഫിക്കേഷൻസിന് വെയിറ്റ് ചെയ്യാം. അത് വന്നാൽ അപ്ലൈ ചെയ്ത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അവസരം ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കീമും ക്ലീം പറഞ്ഞു. COMEDK, കർണാടകയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു എൻട്രൻസ് ആണ് COMEDK. അതുപോലെ VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരും, അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരാനായിട്ടുണ്ട്. അതുപോലെ LPU നെക്സ്റ്റ്,
ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, പഞ്ചാബിലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. AEE അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ സിംബയോസിസ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ NMIMS നഴ്സി മോജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന് എൻട്രൻസ് എക്സാം ഉണ്ട്. സ്ലാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ഉണ്ട്. സിംബയോസിസ് ലോ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. ഉൾസാട്ട് UPES ലോ സ്റ്റഡീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അശോക യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ഉണ്ട്. ശിവനാടാർ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ഉണ്ട്. OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ഉണ്ട്. സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് ഉണ്ട്. സെന്റ് സേവിയേഴ്സിന്റെ എൻട്രൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 12th കഴിഞ്ഞ് ഒത്തിരി എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അതത് സമയത്ത് അപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എൻ്റെ സമയം അതിക്രമിച്ചുകൊണ്ട് വിശദമായി സംസാരിക്കുന്നില്ല. ഈ എൻട്രൻസ് എക്സാമിന് സ്ട്രാറ്റജീസ് ഉണ്ട്. സാധാരണ പരീക്ഷയ്ക്കുള്ള പോലെ അല്ല എൻട്രൻസ് എക്സാമിന് പഠിക്കേണ്ടത്. എക്സാം സ്ട്രക്ചർ കൃത്യമായി മനസ്സിലാക്കുക. ഓരോ എക്സാമിനും ഓരോ സ്ട്രക്ചറാണ്. നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് മിക്ക എക്സാമുകൾക്കും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് ലഭിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക. സ്മാർട്ട് സ്റ്റഡി ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കണം. ഈ പറയാം എക്സാം സ്റ്റഡി പ്ലാൻ, പിന്നെ നല്ല മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ കൃത്യമായി നടത്താൻ ശ്രമിക്കുക. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 മണിക്കൂർ എക്സാം, 3 മണിക്കൂർ എക്സാമാണ്, 3 മണിക്കൂർ തന്നെ ഉപയോഗപ്പെടുത്തി എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നതിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകൾ, ചില ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില എക്സാമുകൾക്ക് ചില ടോപ്പിക്കുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഹൈ ഹീൽഡ് ടോപ്പിക്സ് എന്നാണ് പറയുക. അത്തരത്തിലുള്ള ഹൈ ഹീൽഡ് ടോപ്പിക്സിൽ കണ്ടെത്തി അതിന് കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കുക. ടൈം നന്നായി മാനേജ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ടൈം നന്നായിട്ട് മാനേജ് ചെയ്യുക, ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ആൻസർ ചെയ്യുക. അതുപോലെ മൈൻഡും ബോഡിയും ഫിറ്റായിട്ടിരിക്കുക. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി പറ്റുമെങ്കിൽ ചിലർക്കൊക്കെ അത് വളരെ സ്യൂട്ടബിൾ ആയി തോന്നാറുണ്ട്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയി റിവിഷൻ നടത്തുക. നമ്മൾ പഠിച്ച പോർഷൻസ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താൽ അത് നമ്മുടെ എക്സാമിനുള്ള ആൻസർ ചെയ്യാനുള്ള നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. അത് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പ്രൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. ഈ ടെക്നിക്ക് വഴി നമുക്ക് ഒരു സിംഗിൾ ടാസ്കിൽ ഫോക്കസ് ചെയ്യുക, സിംഗിൾ ടോപ്പിക് എടുത്ത് ഫോക്കസ് ചെയ്യുക. അതിന് ഒരു 25 മിനിറ്റ്സ് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഇത് 4 റൗണ്ട് പൂർത്തിയാക്കുക. അതിന് 30 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യുക. വളരെ പ്രൂവ് ചെയ്യപ്പെട്ട ഒരു മെത്തേഡാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. പിന്നെ ആക്ടിവിറ്റി പല രീതിയിലുള്ള പഠന രീതി, ആക്റ്റീവ് റീകോൾ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡിന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഇതൊക്കെ പലർക്കും അവരുടെ പഠന രീതിക്കും സൗകര്യം അനുസരിച്ച് ഏത് മെത്തേഡ് വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ക്ലാരിറ്റി ആവശ്യമുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സിജിയുടെ ഒരുപാട് കരിയർ ഗൈഡുമാർ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളെ ആൻസർ ചെയ്യാൻ സഹായിക്കും. ഓക്കെ.